നമസ്കാരം. കരുണ്യ ഫിനാൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. അതാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. ഇത് ഒരു സാധാരണ റോഡ് നിർമ്മാണ പദ്ധതി മാത്രമല്ല, കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും വ്യവസായ വികസനത്തെയും ഗതാഗത സംവിധാനത്തെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന കണ്ടെയ്നർ ചരക്കുകൾ വളരെ വേഗത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കേണ്ടി വരും. നിലവിലുള്ള റോഡുകൾക്ക് അത്രയും വലിയ തോതിലുള്ള ചരക്ക് ഗതാഗതം ദീർഘകാലം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി രൂപം കൊണ്ടത്. വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് നാവായിക്കുളം വരെ എത്തുന്ന ഈ പുതിയ റോഡ് തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങൾ ഒഴിവാക്കി വാഹനങ്ങൾക്ക് അതിവേഗ യാത്ര സാധ്യമാക്കും. ഇതിലൂടെ സമയം ലാഭിക്കാനും ഇന്ധനച്ചെലവ് കുറക്കാനും സാധിക്കും. മാത്രമല്ല, വ്യവസായ സ്ഥാപനങ്ങൾക്കും കയറ്റുമതി ഇറക്കുമതി കമ്പനികൾക്കും വലിയ പ്രയോജനം ലഭിക്കും. ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതകളുമായും ഭാവിയിലെ വ്യവസായ ഇടനാഴികളുമായും നേരിട്ട് ബന്ധിപ്പിക്കുമെന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ വികസന ഭൂപടം തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ വീഡിയോയിൽ ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതൽ വികസനം പ്രതീക്ഷിക്കപ്പെടുന്നത്, ഭൂമിയുടെ വില ഉയരാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ്, സാധാരണ ജനങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കാം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ റോഡിന് സമീപമുള്ള ഭൂമിയുടെ വില ശരിക്കും ഉയരുമോ എന്നതാണ്. അതിന് കൃത്യമായ ഒരു ഉറപ്പും ഇന്ന് ആർക്കും നൽകാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ വില തീരുമാനിക്കുന്നത് വിപണിയിലെ ആവശ്യകതയും വികസനത്തിന്റെ വേഗതയും സർക്കാർ നയങ്ങളും സ്വകാര്യ നിക്ഷേപങ്ങളും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ്. എന്നിരുന്നാലും കേരളത്തിൽ മുമ്പ് വലിയ ദേശീയപാതകളും ബൈപാസുകളും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വന്ന പ്രദേശങ്ങളിൽ ഭൂമിയുടെ ആവശ്യകത വർദ്ധിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വലിയ വെയർഹൌസുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, കണ്ടെയ്നർ യാർഡുകൾ, ട്രാൻസ്പോർട്ട് കമ്പനികൾ, കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ, ഹോട്ടലുകൾ, സർവീസ് സെന്ററുകൾ എന്നിവയ്ക്ക് കൂടുതൽ സ്ഥലം ആവശ്യമായി വരാം. അതിലൂടെ റോഡിന് സമീപമുള്ള പല പ്രദേശങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. വിഴിഞ്ഞം, ബാലരാമപുരം, മാറനല്ലൂർ, വിളപ്പിൽശാല, ആരുവിക്കര, നെടുമങ്ങാട്, പോത്തങ്കോട്, മംഗലപുരം, നാവായിക്കുളം എന്നീ പ്രദേശങ്ങൾ പലരും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന മേഖലയാണ്. എന്നാൽ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വില ഉയരുക എന്ന് ഇപ്പോൾ ആരും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതിനാൽ ഭൂമി വാങ്ങുന്നതിനു മുമ്പ് ഔദ്യോഗിക പദ്ധതികളും ഭൂമിയുടെ രേഖകളും ഭാവി വികസന സാധ്യതകളും വിശദമായി പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ പദ്ധതി വലിയ നിക്ഷേപങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യവസായ വികസനം വർദ്ധിച്ചാൽ പുതിയ തൊഴിലവസരങ്ങളും അനുബന്ധ ബിസിനസ്സുകളും രൂപപ്പെടും. ചെറിയ കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ നിരവധി മേഖലകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കാം. അതുകൊണ്ടുതന്നെ ഔട്ടർ റിംഗ് റോഡ് ഒരു റോഡ് പദ്ധതി മാത്രമല്ല, കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കാൻ കഴിയുന്ന വികസന ഇടനാഴിയായി പലരും കാണുകയാണ്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഭാഗമാണ് സർക്കാർ നടത്തുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ. റോഡ് നിർമ്മാണത്തിനായി നിരവധി വില്ലേജുകളിലായി ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിനായി സർക്കാർ നഷ്ടപരിഹാര നടപടികളും രേഖാ പരിശോധനകളും വിവിധ വകുപ്പുകളുടെ അനുമതികളും ഘട്ടംഘട്ടമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണ്. ഭൂമി വിട്ടുനൽകുന്നവർക്ക് നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളും പല ഭാഗങ്ങളിലും പുരോഗമിക്കുകയാണ്. ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയായാൽ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നഗരത്തിനുള്ളിലൂടെ പോകേണ്ട നിരവധി ചരക്ക് വാഹനങ്ങൾ പുതിയ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ നഗരത്തിലെ സാധാരണ യാത്രക്കാർക്കും സമയം ലാഭിക്കാൻ കഴിയും. അതോടൊപ്പം അടിയന്തര സേവനങ്ങൾക്കും പൊതുഗതാഗതത്തിനും കൂടുതൽ സൗകര്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭാവിയിൽ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതിയ വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ, താമസ പദ്ധതികൾ, വ്യാപാര സമുച്ചയങ്ങൾ എന്നിവയും ക്രമേണ വികസിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എങ്കിലും ഓരോ പദ്ധതിയും ഔദ്യോഗിക അനുമതിയും നിക്ഷേപ തീരുമാനങ്ങളും ലഭിക്കുന്നതനുസരിച്ചായിരിക്കും യാഥാർത്ഥ്യമാകുക. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കുന്നതിന് മുമ്പ് സർക്കാർ വിജ്ഞാപനങ്ങളും ഔദ്യോഗിക വിവരങ്ങളും പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ നിക്ഷേപം നടത്തുകയോ ചെയ്യുന്നവർ വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും ഓരോരുത്തരും ശ്രദ്ധയോടെയും വ്യക്തമായ വിവരങ്ങളോടെയും മുന്നോട്ടു പോകേണ്ടതാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിന്റെ പ്രയോജനം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിന്റെ തെക്കൻ മേഖലയിലെ ചരക്ക് ഗതാഗതത്തിനും വ്യാപാരത്തിനും ടൂറിസത്തിനും വ്യവസായ വികസനത്തിനും ഇത് വലിയ പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന കണ്ടെയ്നറുകൾ വളരെ വേഗത്തിൽ ദേശീയപാതകളിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ഈ റോഡ് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വരുമ്പോൾ അതിനൊപ്പം ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, സേവന മേഖലകൾ, വാഹന സർവീസ് കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ, താമസ സൗകര്യങ്ങൾ, ഇന്ധന പമ്പുകൾ, വെയർഹൌസുകൾ, ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയ നിരവധി അനുബന്ധ മേഖലകളും വളരാറുണ്ട്. അതിലൂടെ നേരിട്ടും പരോക്ഷമായും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. യുവാക്കൾക്കും ചെറുകിട സംരംഭകർക്കും ഇത് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കാൻ ഇടയാക്കാം. അതേസമയം ഭൂമി വാങ്ങുന്നതിനും നിക്ഷേപം നടത്തുന്നതിനും മുമ്പ് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച റോഡ് അലൈൻമെന്റ്, ഭൂമിയുടെ നിയമപരമായ രേഖകൾ, പരിസ്ഥിതി നിയന്ത്രണങ്ങൾ, പ്രാദേശിക വികസന പദ്ധതികൾ എന്നിവ പരിശോധിക്കാതെ തീരുമാനമെടുക്കരുത്. ഭാവിയിൽ വില കൂടുമെന്ന പ്രതീക്ഷ മാത്രം അടിസ്ഥാനമാക്കി നിക്ഷേപം നടത്തുന്നത് സാമ്പത്തിക അപകടസാധ്യത ഉണ്ടാക്കാം. അതിനാൽ ഓരോ തീരുമാനവും വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ പദ്ധതി സംബന്ധിച്ച് പുതിയ സർക്കാർ ഉത്തരവുകൾ, ടെൻഡർ നടപടികൾ, ഭൂമി ഏറ്റെടുക്കൽ പുരോഗതി, നഷ്ടപരിഹാര വിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ പ്രധാന അപ്ഡേറ്റുകളും കരുണ്യ ഫിനാൻസ് മീഡിയയിൽ തുടർച്ചയായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതിനാൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അറിയിപ്പും ഓണാക്കി വെക്കുക. നന്ദി. ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് കേരളത്തിന്റെ വികസനത്തിന് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ റോഡിലൂടെ നിങ്ങളുടെ പ്രദേശത്തിനും തൊഴിൽ മേഖലയ്ക്കും വ്യാപാരത്തിനും ഗുണം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ സർക്കാർ പദ്ധതികൾ, സാമ്പത്തിക വിഷയങ്ങൾ, ഭൂമി സംബന്ധമായ നിയമങ്ങൾ, ബാങ്കിംഗ് വാർത്തകൾ, നിക്ഷേപ വിവരങ്ങൾ, റിയൽ എസ്റ്റേറ്റ് അപ്ഡേറ്റുകൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ തുടർച്ചയായി പങ്കുവെക്കുന്നതാണ്. അതിനാൽ ഒരു അപ്ഡേറ്റും നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പ് ഓണാക്കി വെക്കുക. വീണ്ടും ഒരിക്കൽ ഓർമ്മിപ്പിക്കട്ടെ, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ വില ഉയരാനുള്ള സാധ്യതകളും വികസന സാധ്യതകളും നിലവിലുള്ള ഔദ്യോഗിക വിവരങ്ങളുടെയും പൊതുവായ സാമ്പത്തിക വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാവിയിലെ വിപണി സാഹചര്യം, സർക്കാർ നയങ്ങൾ, സ്വകാര്യ നിക്ഷേപങ്ങൾ, നിയമപരമായ മാറ്റങ്ങൾ എന്നിവയെ ആശ്രയിച്ച് സാഹചര്യങ്ങൾ മാറാം. അതിനാൽ ഭൂമി വാങ്ങുകയോ വലിയ നിക്ഷേപം നടത്തുകയോ ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിലും നിയമവിദഗ്ധരിലും സാമ്പത്തിക ഉപദേഷ്ടാക്കളിലും നിന്ന് ആവശ്യമായ നിർദ്ദേശം തേടുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വികസന വാർത്തകളും സർക്കാർ അറിയിപ്പുകളും ധനകാര്യ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കരുണ്യ ഫിനാൻസ് മീഡിയ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.